5000 രൂപ മറ്റുള്ള ചെലവുകൾക്ക് ഉള്ള കാര്യത്തിനായി. അങ്ങനെ ഈ 5000 രൂപ കൃത്യമായിട്ട് വരാൻ തുടങ്ങി. സരിത വഴി എനിക്ക് ചെറിയ ചെറിയ കൗൺസിലിങ്ങുകളൊക്കെ കിട്ടി. ചിലർ പൈസ തരില്ല, ചിലർ തരും. ഇഷ്ടമുള്ളത് തരും. 100 രൂപയാണെങ്കിലും ഞാൻ മേടിക്കും, ഗതിയില്ലെന്ന് കണ്ടാൽ വാങ്ങില്ല. അങ്ങനെ ഞാൻ മുന്നോട്ട് നീങ്ങുവാണ്. ആ സമയത്താണ് മകൻ്റെ കോഴ്സ് പൂർത്തിയാക്കാൻ ഫീസ് അടയ്ക്കണം. 80,000 രൂപ ഫീസ് അടയ്ക്കണം. എന്ത് ചെയ്യും? അഭയം തന്നവരോട് പൈസ ചോദിക്കാൻ പറ്റുമോ? അന്ന് ഞാൻ എൻ്റെ എല്ലാം എനിക്ക് നഷ്ടപ്പെട്ടല്ലോ. ഇവിടെ വന്ന് ഞാൻ ഈ അമ്മയോട് പറഞ്ഞു, അമ്മേ നീയാണ് എൻ്റെ അമ്മ, എനിക്ക് അമ്മയില്ല, സഹോദരങ്ങളില്ല. അമ്മയും എൻ്റെ അപ്പച്ചനും ഇവിടെ ഇരിപ്പുണ്ട്. എനിക്കൊരു ആവശ്യം വന്നാൽ ഞാൻ ഇങ്ങോട്ടല്ലാതെ പിന്നെ എവിടെ വരണം? ഞാൻ നേരെ വണ്ടി കയറി സരിതയോട് പറഞ്ഞു, സരിത ഞാൻ കൃപാസനത്തിൽ പോവുകയാണ്, കൊച്ചിന് ഫീസ് അടയ്ക്കാൻ നീ കൃപാസനത്തിൽ പോയിട്ട് എന്താണ് കാര്യം എന്ന് എന്നോട് ചോദിച്ചു. ഞാൻ ഇവിടെ വന്നിരുന്നു ഇങ്ങനെ പ്രാർത്ഥിക്കുന്നില്ല, കരയുകയാണ്. കണ്ണുനീരൊഴുകിക്കൊണ്ടിരിക്കുകയാണ്. വൈകുന്നേരമായി. ഇവിടെ ഇരിക്കുമ്പോൾ ഒരു ഫോൺ ബെല്ലടിച്ചു. ഞാൻ ഓടി അവിടേക്ക് പോയി. എന്നെ ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എന്നെ അറിയാവുന്ന ഒരു വൈദികൻ എന്നെ വിളിച്ചിരിക്കുകയാണ്. എവിടെയാണ് ലിസി എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ കൃപാസനത്തിലാണ് അച്ഛാ എന്നും പറഞ്ഞുകൊണ്ട് കരഞ്ഞു. എന്താണ് കാര്യം? എൻ്റെ മകന് ഫീസ് അടയ്ക്കാൻ നിർവാഹമില്ല. എത്ര രൂപയാണ് വേണ്ടത് ഫീസ്? ഞാൻ പറഞ്ഞു, ഇപ്പോൾ അടയ്ക്കേണ്ടത് 80,000 ഇപ്പോൾ അടയ്ക്കേണ്ടതല്ല ചോദിച്ചത്, മുഴുവൻ ഫീസ് എത്രയാണ്? ഞാൻ പറഞ്ഞു, 1,60,000 രൂപ. അക്കൗണ്ട് നമ്പർ തരൂ, ഞാൻ ഒരാളെ കൊണ്ട് പൈസ ഇടിയിപ്പിക്കാം. ഒരു സഹോദരനുണ്ട് ഇങ്ങനെ പഠിക്കാൻ സഹായിക്കുന്ന കുട്ടികളെ. 1,60,000 രൂപ 1 മണിക്കൂറിനകം ഈ കൃപാസനത്തിലിരിക്കുമ്പോൾ എൻ്റെ അക്കൗണ്ടിൽ വന്നു. അതുമായിട്ട് ഞാൻ സരിതയോട് ചെന്ന് പറഞ്ഞു, നീ ചോദിച്ചില്ലേ കൃപാസനത്തിൽ പോയാൽ പൈസ കിട്ടുമെന്ന്? പൈസയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് കൊച്ചിൻ്റെ ഫീസ് അടയ്ക്കാൻ. അങ്ങനെ മകൻ്റെ ഫീസ് അടച്ചു. അവൻ്റെ കോഴ്സ് കഴിഞ്ഞ് അവൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ് വിദേശത്ത് പോകണം, ഏവിയേഷൻ്റെ ജോലി നേടണം, ആയുർവേദ നഴ്സിങ്ങിൻ്റെ. ഇവൻ പലതരത്തിലും അന്വേഷിച്ചു. വിസ അവൻ തന്നെ തരപ്പെടുത്തി. പക്ഷേ എന്നോട് പറയുന്നില്ല. എങ്ങനെ പറയും? മമ്മി ഇങ്ങനെ ഈ അവസ്ഥയിലിരിക്കുമ്പോൾ എനിക്ക് വിദേശത്ത് പോകണമെന്ന് പറയാൻ പറ്റുമോ?